കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ധർമ്മജന്റെ യാത്ര ഞാൻ ശ്രദ്ധിച്ചത്. മഴയെ തൃണവൽക്കരിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി. ഏതൊക്കെയോ കാമുകിമാർക്ക് മെസ്സേജ് അയച്ചു ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണെന്ന്. ഡൽഹിയിലെത്തപ്പോഴും ധർമ്മജൻ ഉറങ്ങുകയായിരുന്നു. മറ്റുള്ളവരെല്ലാം എണീച്ചപ്പോഴും കൂരാകൂരുരക്ക്. പിന്നീട് മിയയോടൊപ്പം പുറത്തേക്ക്. കൂടെ വന്ന എന്നെ മൈൻഡ് പോലുമില്ല. പെണ്ണുങ്ങളുടെ സംഘം തന്നെയായി ധർമ്മന്റെ കൂടെ. അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അത് ചാടിക്കടന്നു. അവൻ കഷ്ടപ്പെട്ട് ചാടിയെങ്കിലും മിയയുടെ മുഖത്തെ പുച്ഛച്ചിരി നമുക്കെല്ലാവർക്കും കാണാനുള്ള ഭാഗ്യമുണ്ടായി. തുടർന്ന് ധർമ്മജൻ നടന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി. എന്തോ വാങ്ങുകയായിരുന്നു ആ മനുഷ്യൻ. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ജൂൺ മാസത്തിൽ നാട്ടിൽ ചെയ്യുന്ന അതേ പരിപാടി, ചൂണ്ടയിടൽ. ഏതോ ഒരു പ്ലാസ്റ്റിക് മീനിനെ പിടിച്ചുകൊണ്ട് ധർമ്മജൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. പിന്നെ ബൂമറാങ്ക് എടുത്തു, വലിച്ചെറിഞ്ഞു. എതിരെ വന്ന പഞ്ചാബിയുടെ തലയിൽ കെട്ടി അയാൾ ഹിന്ദിയിൽ അമ്മയ്ക്ക് വിളിച്ചു. തുടർന്ന് ധർമ്മജൻ അത് വീണ്ടും എടുത്തു. ഇത്തവണയെങ്കിലും വീണാൽ മതിയായിരുന്നു. താഴെ പോയി. പിന്നെ ബിസിനസ് ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ വാതിലിൻ്റെ അടുത്തുള്ള സീറ്റ് കൊടുത്ത് 10 അടി ലെഗ് സ്പേസ് കൊടുത്ത് ഏഷ്യാനെറ്റും അവനെ പറ്റിച്ചു. അതറിയാതെ അവൻ അപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടേയിരുന്നു. ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഉറക്കം. ഇനി ലണ്ടനിൽ എത്തുന്നതുവരെ ഉറക്കത്തോടുറക്കം. ഫ്ലൈറ്റിന്റെ 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ലണ്ടനിലെത്തി. ധൃതി പിടിച്ചുള്ള പോക്ക് ടോയ്ലറ്റിലേക്കാണ്. ക്യാമറ അവിടത്തേക്ക് ഞാൻ കൊണ്ടുപോയില്ല. തുടർന്ന് സമാധാനത്തോടെയുള്ള നടപ്പ്. ബ്രിട്ടീഷ് അധിനിവേശത്തെ ഓർമ്മിപ്പിക്കും വിധം തല കുനിച്ചുകൊണ്ടായിരുന്നു ധർമ്മജന്റെ നടപ്പ്. തുടർന്ന് ബാഗേജ് എടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെയും പെണ്ണുങ്ങൾക്ക് നടുവിൽ തന്നെയായിരുന്നു അവന്റെ സ്ഥാനം.